Good morning friends. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം എക്കോളജി. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു കൺഫ്യൂസിങ് വേർഡാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ എക്കോസിസ്റ്റം എക്കോളജി അഥവാ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൾ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഇൻ എ ഗിവൺ ഏരിയ ടുഗദർ വിത്ത് ഇറ്റ്സ് അബയോട്ടിക് എൻവയോൺമെൻറ്റ്. അതായത് ഒരു ഗിവൺ ഏരിയയിൽ വരുന്ന കംപ്ലീറ്റ് ബയോട്ടിക് കമ്മ്യൂണിറ്റീനെ അതിൻ്റെ അബയോട്ടിക് കമ്പോണൻസിൻ്റെ ചേർത്തിട്ട് തന്നെ പറയുന്നത് ആ ഒരു സിസ്റ്റത്തിനെ ആ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ വരുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിലെ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്നാ, അതായത് കുറേ പോപ്പുലേഷൻ ചേർന്നതിനെയാണ് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുക. ഒരു ഗിവൺ ഏരിയയിൽ നമ്മൾ സ്റ്റഡി നടത്തുന്ന ഒരു ഗിവൺ ഏരിയയിലുള്ള കംപ്ലീറ്റ് പോപ്പുലേഷനെയും ചേർത്തതിനെയാണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുക. ആ കംപ്ലീറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് ഡിഫറെൻറ്റ് ടൈപ്പ് പോപ്പുലേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഷീസ് അടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറയാം. ഫസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഷീസിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ്, അതിനെയാണ് ഒരു പോപ്പുലേഷൻ എന്ന് പറയുക. ഇനി ഇതുപോലെ വരുന്ന കുറേ പോപ്പുലേഷൻസിനെ ചേർത്തിട്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷനെ ചേർത്തിട്ടാണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുക. ഈ ബയോട്ടിക് കമ്മ്യൂണിറ്റി അതിൻ്റെ ചുറ്റുപാടും വരുന്ന അബയോട്ടിക് എൻവയോൺമെൻറ്റും ചേർത്തിട്ട് ആ ഒരു ഗിവൺ ഏരിയയിലുള്ള ബയോട്ടിക് കമ്മ്യൂണിറ്റി വിത്ത് അബയോട്ടിക് എൻവയോൺമെൻറ്റ് ആ മൊത്തത്തിൽ പറയുന്ന ടേമാണ് എക്കോസിസ്റ്റം അഥവാ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എക്കോസിസ്റ്റം വളരെ ചെറുത് തൊട്ട് വലിയ ലെവലിൽ വരെ എക്കോസിസ്റ്റം ഉണ്ടാവുക. സൈസ് നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. ഇനി ആ ടേം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്കോ സിസ്റ്റം, എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്നാണ് അർത്ഥം. ഇനി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു മൊത്തത്തിൽ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ, ഒരുപാട് ഇൻട്രാക്ഷൻസ് നെറ്റ്വർക്ക് ഓഫ് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരു ഏരിയ ഒരു സംഭവം, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ എക്കോ സിസ്റ്റം എന്ന ടേം ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുന്നത്, അതായത് എക്കോസിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അത് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് ആവാം, നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ഇൻട്രാക്ഷൻസും ആവാം. ഈ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബയോട്ടിക് കമ്പോണൻസ് അതിൻ്റെ എൻവയോൺമെൻറ്റ് അബയോട്ടിക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആവാം. അതായത് ഇപ്പോൾ ടെമ്പറേച്ചറായിട്ടുള്ളതും വേറെ ക്ലൈമറ്റ് ചേഞ്ച് എന്തുമായിട്ടുള്ള ഇൻട്രാക്ഷനും വരാം. അല്ലെങ്കിൽ ആ ബയോട്ടിക് സ്പീഷീസ് ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആവാം. അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും വരാം. ഇൻ്റർസ്പെസിഫിക് ഇൻട്രാക്ഷൻസും ഇൻട്രാസ്പെസിഫിക് ഇൻട്രാക്ഷൻസും മറ്റ് അബയോട്ടിക് കമ്പോണൻസും ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും എല്ലാം ഈ ഒരു എക്കോസിസ്റ്റത്തിൽ വരും. ഇത് ന്യൂട്രൽ ആവാം, പോസിറ്റീവ് എഫക്റ്റ് ആവാം, നെഗറ്റീവ് ഇൻട്രാക്ഷൻസും എല്ലാം ഇൻക്ലൂഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ എക്കോസിസ്റ്റത്തിൽ മെയിനായിട്ട് പറയുമ്പോൾ രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസും. ബയോട്ടിക് കമ്പോണൻസ് പറയുമ്പോൾ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ്, ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള കുറേ ഓർഗാനിസംസും കാര്യങ്ങളും ഉണ്ടാവും. അവരെ ചേർത്തിട്ടാണ് നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് പറയുന്നത്, ലിവിങ് കമ്പോണൻസ്. അതിൽ തന്നെ ഓട്ടോട്രോഫ്സ് ഉണ്ടാവുക, ഹെറ്ററോട്രോഫ്സ് ഉണ്ടാവുക, ഡീകമ്പോസേഴ്സ് ഉണ്ടാവുക, കൺസ്യൂമേഴ്സ് ഉണ്ടാവുക, അങ്ങനെ കുറേ ആൾക്കാർ ഈ ബയോട്ടിക് കമ്പോണൻസിൽ ഇൻക്ലൂഡാണ്. ഓട്ടോട്രോഫ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാർ. ഹെറ്ററോട്രോഫ്സ് പറഞ്ഞാൽ ഈ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ പറയുന്ന മൊത്തം ബയോട്ടിക് കമ്പോണൻസ് ഇതിൽ വരും. ഇനിയിപ്പോൾ അബയോട്ടിക് കമ്പോണൻസ് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ടെമ്പറേച്ചർ, വേറെ ക്ലൈമറ്റ് ചേഞ്ച്, മറ്റുള്ള എന്ത് എൻവയോൺമെൻറ്റിൽ വരുന്ന സബ്സ്റ്റൻസും കാര്യങ്ങളും, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, അങ്ങനെ മൊത്തം കാര്യങ്ങളും അബയോട്ടിക് കമ്പോണൻസിൽ വരാം. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന് രണ്ട് കമ്പോണൻസ്, ബയോട്ടിക്കും അബയോട്ടിക്കും കമ്പോണൻസ്. ഇനി ഒരു എക്കോസിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്, ബേസിക് കൺസെപ്റ്റ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ഞാൻ പറയാം. ഒന്നാമത് പറയാനുള്ളത്, ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു നേച്ചറിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ മെയിനായിട്ടുള്ള സ്ട്രക്ചറലി ഫങ്ഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഓരോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നേച്ചർ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രക്ചറലി ഫങ്ഷണലി ഡിഫറെൻറ്റ് ടൈപ്പ് യൂണിറ്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഓരോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷണൽ മാത്രമായിരിക്കും. ഒരു ഡയറക്ഷനിൽ മാത്രമേ എനർജി ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. എനർജി ഫ്ലോ എന്താണെന്നൊക്കെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു എക്കോസിസ്റ്റത്തിൽ പറയാനുള്ളത്
ഇൻട്രാക്ഷൻസിനെ പറ്റിയാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ബയോട്ടിക് കമ്പോണൻസ് തമ്മിലുണ്ടാവും, അതേപോലെ തന്നെ ബയോട്ടിക് കമ്പോണൻസ് അബയോട്ടിക് എൻവയോൺമെൻറ്റുമായിട്ടും ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻറ്റ് ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ഇൻട്രാക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ എക്കോസിസ്റ്റം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇപ്പോൾ പറയുമ്പോൾ ഓരോ ബയോട്ടിക് കമ്പോണൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എൻവയോൺമെൻറ്റ് അഥവാ ബയോട്ടിക് ക്യാരക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഓരോ ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ഒരു എക്കോസിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും സക്സഷൻ നടക്കുന്നുണ്ട്. സക്സഷന് വിധേയമായിരിക്കും ഓരോ എക്കോസിസ്റ്റം എന്നും പറയാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ഒരു എക്കോസിസ്റ്റത്തിൽ നടക്കുന്നുണ്ടാവും. കാർബൺ സൈക്കിള്, സൾഫർ സൈക്കിള്, നൈട്രജൻ സൈക്കിള്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ഓരോ എക്കോസിസ്റ്റത്തിലും നടക്കുന്നുണ്ട് നമുക്ക് പറയാം. ഇനിയിപ്പോൾ എക്കോസിസ്റ്റം നമ്മൾ പറഞ്ഞു. ഈ എക്കോസിസ്റ്റം തന്നെ 2 ടൈപ്പിലുണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം ഉണ്ട്. ആ ടേമിൽ പറയുന്നത് പോലെ തന്നെയുള്ളത് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അതിന് ഡിഫറെൻറ്റ് ടൈപ്പിലാവാം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആവാം, അക്വാട്ടിക് എക്കോസിസ്റ്റം ആവാം. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കര എന്ന് പറയുന്ന സംഭവം. ആ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ തന്നെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അങ്ങനെ മാർഷി ഏരിയാസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എക്കോസിസ്റ്റംസ് പറയാം. ഒരു ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള എക്കോസിസ്റ്റം പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ അക്വാട്ടിക് എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അക്വാട്ടിക് എക്കോസിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മറൈൻ എക്കോസിസ്റ്റം, ഒരു പോണ്ട് ഒരു എക്കോസിസ്റ്റം ആയിട്ട് എടുക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ എക്കോസിസ്റ്റം ഉണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാൻമെയ്ഡ് ആയിരിക്കും. നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതല്ല, അത് മാൻമെയ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആയിരിക്കും. ഇപ്പോൾ ഒരു അക്വേറിയം ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു എക്കോസിസ്റ്റം ആണ്, പക്ഷെ അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു എക്കോസിസ്റ്റം അല്ല. പകരം അത് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. അതാണ് നാച്ചുറൽ എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എക്കോസിസ്റ്റം എക്കോളജി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എക്കോസിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അതിലിരുന്ന ബയോട്ടിക് കമ്പോണൻസ്, പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ബേസിക് കൺസെപ്റ്റ്, ഒരു എക്കോസിസ്റ്റത്തിൻ്റെ തന്നെ രണ്ട് പാർട്ട്, 2 സ്ട്രക്ചറലി പാർട്ട്, അതായത് ബയോട്ടിക് കമ്പോണൻറ്റും അബയോട്ടിക് കമ്പോണൻറ്റും പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ നാച്ചുറലും കണ്ടു, ആർട്ടിഫിഷ്യലും കണ്ടു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോസിസ്റ്റം എക്കോളജി. താങ്ക് യു.